പനാമ ജോയ്ക്കും മിനി ജോയ്ക്കും ജൂൺ മാസത്തിൽ പിറന്ന ഒരു മകളാണ് ജൂൺ. അതുകൊണ്ടാണ് ജൂൺ എന്ന് പേരിട്ടത്. ഗ്രാജുവൽ മാറ്റങ്ങൾ ആണുങ്ങളിൽ കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. ബിക്കോസ് നിങ്ങൾക്ക് താടിയിലും മീശയിലൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഫിസിക്കലി. ഡ്രമാറ്റിക് സിനിമയല്ല ജൂൺ. ഭയങ്കര ഇറ്റ്സ് എ മ്യൂസിക്കൽ സിനിമ. ഒരു ആദ്യമായിട്ട് ഒരു ക്രഷ് തോന്നുമ്പം ചുറ്റും നോക്കുന്നിടത്ത് എല്ലാം ബസ്സിൻ്റെ പേരും അയാളുടെ പേരായിരിക്കും, ബിൽഡിങ്ങിൻ്റെ പേരും അയാളുടെ പേരായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ. അങ്കമാലിക്കും ആട് 2-നും ശേഷം വിജയചേട്ടൻ എങ്ങനെ എപ്പോഴും പറയും, അതായത് 2 ബ്ലോക്ക് ബസ്റ്റേഴ്സിന് ശേഷം എപ്പോൾ ആര് വേണമെങ്കിലും അവർക്ക് ഓൺ ബോർഡ്. ജോചേട്ടൻ പൊളിയാണ്, മാസാണ്, അടിപൊളിയാണ്. ജോചേട്ടൻ ഭയങ്കര രസമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത്, അതായത് എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ജോചേട്ടൻ്റെ മകളെ ഈ സിനിമയിലൂടെ വരുന്നുണ്ട്. ഉടനെ തന്നെ നിങ്ങളെല്ലാവരും പേരറിഞ്ഞ് വിളിക്കാൻ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്ന വളരെയധികം ടാലൻറ്റഡായ, എന്നെപ്പോലെ തന്നെ കഷ്ടപ്പെടും, എനിക്കൊന്ന് എന്നേക്കാൾ ഉപരി കഷ്ടപ്പെട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി മേക്ക് ഓവർ ചെയ്ത 16 പേര് ഈ സിനിമയിലൂടെ വരുന്നുണ്ട്. ജൂൺ പനാമ ജോയ്ക്കും മിനി ജോയ്ക്കും ജൂൺ മാസത്തിൽ പിറന്ന ഒരു മകളാണ് ജൂൺ. അതുകൊണ്ടാണ് ജൂൺ എന്ന് പേരിട്ടത്. അപ്പം ജൂണിൻ്റെ 10 വർഷത്തെ ജേർണി കാണിക്കുന്ന 10 വർഷം, അതായത് 16 മുതൽ 26 വയസ്സ് വരെ ജൂണിൻ്റെ ഒരു യാത്രയാണ്. ആ ജേർണിയിൽ അവളുടെ ലൈഫിൽ പോയും വരുന്നും നിൽക്കുന്ന ഒരു കമ്മിങ് ഓഫ് ഏജ് സിനിമ ആയതുകൊണ്ട് തന്നെയാണ് ടൈറ്റിൽ ക്യാരക്ടറിൻ്റെ പേര് തന്നെ സിനിമയ്ക്ക് വിട്ടത്. അതാണ് ജൂൺ. ജൂൺ ഒരു ഒട്ടും പഠിക്കാത്ത ഒരുപാട് ഫ്രണ്ട്സുള്ള, അപ്പയായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട്, ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൊച്ചു പ്രണയമുള്ള, നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ പെൺപിള്ളേരെയും പോലെ ഒരു സാധാ പെൺകുട്ടി, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരു കഴിവും ഇല്ലാത്തൊരു കൊച്ചാണ്. ആൻഡ് അവളുടെ ലൈഫിൽ അവൾ പോലും അറിയാതെ ഓരോരുത്തർ വരുന്നു. അത് കാരണം വരുന്ന നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ വരുന്ന ഗ്രാജുവൽ ചേഞ്ചസ് ഉണ്ടല്ലോ, അങ്ങനെ കടന്നു പോകുന്ന ആ മാറ്റങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ടാണ് ഇതൊരു കമ്മിങ് ഓഫ് ഏജ് സിനിമ എന്ന് പറയുന്നത്. ഇതൊരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതൊരു ഫീമെയിൽ പോയിന്റ് ഓഫ് വ്യൂ സിനിമയാണ്. അതായത് ഒരു പെണ്ണിൻ്റെ കണ്ണുകളിലൂടെ നമ്മൾ ലോകത്തെ കാണുന്നു എന്ന് മാത്രം. പക്ഷേ ഇത് ജൂണിൻ്റെ മാത്രം കഥയല്ല. ജൂണിൻ്റെ 16 ഫ്രണ്ട്സും ജൂണിൻ്റെ അപ്പയും അമ്മയും പിന്നെ ജൂണിൻ്റെ ലൈഫിൽ കടന്നു വരുന്ന 2-3 പേരും, അവരുടെ ഒക്കെ അവരെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഗ്രാജുവലി വരുന്ന മാറ്റങ്ങൾ. എനിക്ക് ഒരുപാട് പറയാൻ പറ്റില്ല, സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് ജൂൺ. അതായത് സിനിമ കാണുമ്പോൾ ചിലപ്പോൾ ജൂൺ എന്ന കഥാപാത്രത്തിനോടായിരിക്കില്ല, പക്ഷെ ജൂണിൻ്റെ 16 ഫ്രണ്ട്സിൽ ഏതെങ്കിലും ഒരാളോടായിരിക്കാം, അല്ലെങ്കിൽ ജൂണിൻ്റെ അപ്പയോടായിരിക്കാം, അല്ലെ അമ്മയോടായിരിക്കാം, അല്ലെ അജു ചേട്ടനും ചെയ്ത ക്യാരക്ടറോടായിരിക്കാം. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ എന്ന വ്യക്തിക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പം ഒരു റിലേറ്റബിൾ ആയിട്ട് പോകുന്ന വളരെ ലൈറ്റ് ഹാർട്ടഡ്, ഓർഗാനിക് ക്യൂട്ട് സിനിമയാണ് ജൂൺ. അങ്ങനെ വലിയ സീരിയസ് വിഷയങ്ങളെ നോക്കുന്നതോ ഭയങ്കര വലിയ സർപ്രൈസുകളോ അങ്ങനെ ഒന്നുമില്ല. ഒരു കൊച്ചു പടം. ജൂൺ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഈ 10 വർഷത്തെ ജേർണി ആകുമ്പം നമ്മളിപ്പോൾ സ്കൂൾ പഠിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ നമ്മളെ കാണാൻ, അതായിരിക്കില്ല നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത്, അതായിരിക്കില്ല നമ്മൾ കല്യാണം. ആ ഒരു 10 വർഷത്തിൽ ഏതൊരു വ്യക്തിക്കും ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം പക്ഷെ നമ്മൾ ഈ സിനിമ 10 വർഷത്തിലല്ല ഷൂട്ട് ചെയ്യുന്നത്, നമ്മളത് ഷൂട്ട് ചെയ്യുന്ന ഒരു 60 ദിവസത്തെ ഷെഡ്യൂളിലാണ്. പക്ഷേ ഈ മാറ്റങ്ങൾ വരണം താനും. അപ്പം ഈ ഗ്രാജുവൽ മാറ്റങ്ങൾ ആണുങ്ങളിൽ കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. ബിക്കോസ് നിങ്ങൾക്ക് താടിയിലും മീശയിലൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഫിസിക്കലി. പെണ്ണുങ്ങൾക്ക് ഫേസിൽ ഒരുപാട് ചേഞ്ച് വരുത്താൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് മുടിയാണെന്ന് പറഞ്ഞു. അപ്പം മുടിയിലൂടെയാണ് ഞങ്ങൾ 6 തവണ മുടി മുറിച്ചിട്ടുണ്ട്. മുടിയിലൂടെയാണ് ആ ഒരു ഭയങ്കര വലിയ ചേഞ്ച് ഒന്നുമല്ല, ആ ഒരു വളർച്ച കൂടുന്തോറും ഉള്ളൊരു ഗ്രാജുവൽ ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിച്ചത് മുടിയിലൂടെയാണ്. പിന്നെ ഇത്രയും കാലഘട്ടങ്ങൾ കാണിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് ഉണ്ടായിരുന്ന വെയിറ്റ് പറ്റില്ല എന്നറിയുന്നതുകൊണ്ടാണ് നമ്മൾ വർക്കൗട്ടും അതായത് ഡയറ്റും കൂടെ ഒരു 9 കിലോ കുറച്ചുണ്ടായിരുന്നു. ഇപ്പം അതിലൊരു 2-3 കിലോ കൂടിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് കുറച്ചു. പിന്നെ അത്രയ്ക്കാണ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ. പിന്നെ സ്കൂളിൽ 2 ലുക്കുണ്ട്. ഒന്നിൽ പല്ലിക്കമ്പി ഉള്ളതുണ്ട്, പിന്നെ പല്ലിക്കമ്പി മാറുന്ന ഒരു ലുക്കുണ്ട്. അങ്ങനെ അത് ഒരു ഭയങ്കര ഗ്രാജുവൽ ആയിട്ടുള്ളൊരു ലുക്ക് ഡിഫറൻസാണ്. ഭയങ്കര പെട്ടെന്ന് ആൾക്കാർക്ക് മാറി എന്ന് തോന്നുന്ന വ്യത്യാസങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതെ, നമുക്ക് ഒരു ഡ്രമാറ്റിക് സിനിമയല്ല ജൂൺ. ഭയങ്കര ഇറ്റ്സ് എ മ്യൂസിക്കൽ സിനിമ. ഒരുപാട് 7 പാട്ടുകളുണ്ട്. നമുക്ക് പാട്ടിലൂടെയാണ് നമ്മൾ കൂടുതൽ കഥയും പറഞ്ഞു പോകുന്നത്. കാരണം 10 വർഷം കാണിക്കണമല്ലോ 2-2.25 മണിക്കൂറിനുള്ളിൽ. പിന്നെ ഭയങ്കര ബിഹേവിയറൽ ആക്ടിങ് ആണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ആരും ഓവർ ദ ടോപ്പ്, കാരണം അങ്ങനത്തെ ഒരു ജോണർ അല്ല സിനിമ. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് സ്കൂൾ കോളേജ് പോർഷൻസൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ് ഉള്ള
ഏരിയ ആയിരിക്കും. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഫിലിം നമുക്ക് നൊസ്റ്റാൾജിയും, സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഫിലിം നമുക്ക് ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സിനിമയാണ്. എൻ്റെ മാത്രമല്ല, എനിക്കറിയാവുന്ന എൻ്റെ അനിയത്തിയാണെങ്കിലും ചുറ്റുമുള്ള എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് എന്തായാലും നടന്നിട്ടുണ്ടാവും. ഇപ്പം സ്കൂളിൽ പോകാൻ രാവിലെ എണീക്കും നമ്മൾ ഒരുങ്ങുന്നതാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം ഫ്ലെയിംസ് കളിച്ചതാണെങ്കിലും, ഒരു ആദ്യമായിട്ടൊരു ക്രഷ് തോന്നുമ്പം ചുറ്റും നോക്കുന്നിടത്ത് എല്ലാം ബസ്സിൻ്റെ പേരും അയാളുടെ പേരായിരിക്കും, ബിൽഡിങ്ങിൻ്റെ പേരും അയാളുടെ പേരായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ പ്ലേറ്റിൽ എഴുതുന്നത്, അപ്പം മിന്നിയിൽ നിങ്ങൾ കണ്ട മിക്ക സാധനങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ എങ്ങനെയെങ്കിലും വേറൊരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പൗ എന്ന് പറയുന്ന സാധനം, അതായത് പേരൻസ് ആർ വാച്ചിങ് എന്ന് പറയുന്ന സാധനം, ആ കോഡായിരിക്കില്ല, പലർക്കും പല കോഡിലും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പം വ്യത്യസ്തമായ രീതിയിൽ ഈ എല്ലാ സാധനങ്ങളും നമ്മളും ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ രീതിയിൽ എനിക്കും ഓഫ് കോഴ്സ് റിലേറ്റബിൾ ആയിരുന്നു. അത് അഹമ്മദ് കബീറാണ് പുതുമുഖ സംവിധായകൻ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാത്തതിൻ്റെ ഏറ്റവും മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അഹമ്മദിൻ്റെ ഒരു 27 വർഷത്തെ ജീവിതത്തിൽ 4 വർഷം അദ്ദേഹം മാറ്റിവെച്ചത് ജൂൺ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അഹമ്മദിൻ്റെ ഫ്രണ്ട്സായ ലിബിനും ജീവനുമാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇവർ 4 വർഷം മുമ്പ് എഴുതി ഇതിനു വേണ്ടി ഇത് തന്നെ, അതായത് 3 ആൺപിള്ളേർ ഒരു പെൺകുട്ടിയുടെ കഥ തന്നെ പറയണം എന്നുള്ള വാശി പുറത്ത്, അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു വാശിൻ്റെ പുറത്ത് ഒരു പ്രൊഡ്യൂസറെയും ആർട്ടിസ്റ്റിനെയും തേടിയുള്ള അവരുടെ യാത്രയായിരുന്നു. അത് 2 വർഷം മുമ്പ് എന്നിലെത്തി, ഞാൻ ലോക്കായി. ഒരു ഏകദേശം ഒരു 9 മാസം, ഒരു വർഷം മുമ്പ് വിജയ് ചേട്ടൻ ലോക്കായി. അങ്ങനെ അത് ഒരു സ്ക്രിപ്റ്റ് ഒരു സിനിമയാവാനെടുത്ത ടൈമാണ്. പക്ഷെ അത്രയും ടൈമിൽ അഹമ്മദ് ആ സിനിമയിൽ കംപ്ലീറ്റ്ലി ഡിവോട്ടഡ് ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആർക്കും അതൊരു ന്യൂ ഡയറക്ടറാണെന്ന് ഇപ്പം ഇറങ്ങിയ കാര്യങ്ങളിലൂടെ തോന്നാത്തതിൻ്റെ മെയിൻ റീസൺ. നമ്മൾ ഊണിലും ഉറക്കത്തിലൊക്കെ 4 വർഷം ഒരേ കാര്യം ചിന്തിച്ച് നമ്മൾ പോലും അറിയാതെ അതിനോടൊരു ഉണ്ടാവുമല്ലോ, ഒരു ജസ്റ്റിസ് ഉണ്ടാവുമല്ലോ, അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫ്രൈഡേയുടെ 10ാമത്തെ ചിത്രമാണ് ഫ്രൈഡേ. അങ്കമാലിക്കും ആട് 2നും ശേഷം വിജയ് ചേട്ടൻ എങ്ങനെ എപ്പോഴും പറയും, അതായത് 2 ബ്ലോക്ക് ബസ്റ്റേഴ്സിന് ശേഷം എപ്പോൾ ആര് വേണമെങ്കിലും അവർക്ക് സിനിമ എടുക്കായിരുന്നു. ഓൾറെഡി അനൗൺസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റേഴ്സ്, അതായത് അനൗൺസ് ചെയ്ത വലിയ പ്രൊജക്ട്സ് ഇനിയും വരാനിരിക്കുന്നു. കോട്ടയം കുഞ്ഞച്ചൻ 2 ഉണ്ട്, ആട് 3 ഉണ്ട്, അടികപ്പിയാരെ 2 ഉണ്ട്. അതായത് ഓൾറെഡി ഹിറ്റായ പടങ്ങളുടെ ഒക്കെ അടുത്ത പാർട്ട് ഇറക്കാൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ചുമ്മാ എൻ്റെ അടുത്തൊരു സ്ക്രിപ്റ്റ് ഉണ്ടോന്ന് കേട്ടു നോക്കുമോ എന്ന് പറഞ്ഞ് കേട്ടു. അപ്പം തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ധൈര്യം കാണിച്ചത് ആ സ്ക്രിപ്റ്റിൻ്റെ ഗുണം കൊണ്ടാണ്. അതിനെന്തോ ഒന്നും അദ്ദേഹം അതിൽ കണ്ടുകൊണ്ടായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലക്കിയസ്റ്റ് ഫാക്ടർ ഞങ്ങൾക്ക് കിട്ടിയത് ഫ്രൈഡേ ഫിലിം ഹൗസ് പോലൊരു പ്രൊഡക്ഷൻ ഹൗസാണ്. കാരണം ഇത് ചുമ്മാ ഇതൊരു സിനിമയാക്കി എടുത്താൽ മാത്രം പോരാ, സിനിമ ആൾക്കാരിലേക്ക് എത്തിക്കുക, ഓഡിയൻസിലോട്ട് അത് ഇറങ്ങി ചെല്ലുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി സ്റ്റാർ ബാക്കപ്പ് ഇല്ലാത്തൊരു സിനിമയ്ക്ക്. അപ്പം ഇപ്പോൾ സ്റ്റാർ വാല്യൂ ഉള്ളൊരു സിനിമയാണെങ്കിൽ ഇന്ന ആക്ടറിൻ്റെ അല്ലെങ്കിൽ ഇന്ന ആക്ട്രസിൻ്റെ സിനിമ എന്ന് പറഞ്ഞ ആൾക്കാരത് കാണാൻ പോകും. നമുക്ക് അങ്ങനെ ഒരു ബാക്കപ്പ് പറയാനില്ല. ജോസഫ് ഇപ്പോഴാണ് റിലീസായത്. അപ്പോൾ ജോജു ചേട്ടനും ഹിറ്റാണ് ഇപ്പോഴും. നമ്മൾ സിനിമ ചെയ്യുമ്പം ജോജു ചേട്ടൻ്റെ ജോസഫ് ഒന്നും ഇറങ്ങിയിട്ട് പോലുമില്ല. അപ്പം നമ്മളൊരു കുട്ടിപ്പടം എടുക്കുന്നു, അത് ഞാനാണ് ജൂൺ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം അതൊരിക്കലും ഒരു നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാക്കപ്പ് ഇല്ലാതെ ഒരു പുതുമുഖ സംവിധായകനും നമ്മളെപ്പോലെയുള്ള ചെറിയ ആർട്ടിസ്റ്റുകളും ചെയ്താൽ അത് ഓഡിയൻസിലോട്ട് എത്തില്ല. അതിന് കറക്റ്റായ രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും സാധിക്കണം. അതിന് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസസ് മലയാളത്തിലുള്ളത് ഫ്രൈഡേ ആണ്. അത് എന്തോ ഭാഗ്യം ദൈവം സഹായിച്ചുകൊണ്ട് വൈകി വന്നാലും നന്നായി വരും എന്ന് പറയുന്ന പോലെ എക്സ്ട്രീംലി ലക്കി ടു ഹാവ് ദം ഓൺ ബോർഡ്. ജോചേട്ടൻ പൊളിയാണ്, മാസാണ്, അടിപൊളിയാണ്. ജോചേട്ടൻ ഭയങ്കര രസമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത്, അതായത് എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ജോചേട്ടൻ്റെ മകളായി അഭിനയിച്ചതാണ്. അത് എന്താണെന്നറിയില്ല, സെറ്റിൽ വരുമ്പോൾ തന്നെ ഭയങ്കര ജോളിയാണ് പുള്ളി. പാട്ടൊക്കെ പാടി എല്ലാവരും പുള്ളി അങ്ങ് കയ്യിലെടുക്കും. ഒരു ഓളാണ് അതേ സെറ്റിൽ വരുമ്പോൾ, നമ്മൾ പോലും അറിയാതെ. പിന്നെ ഒരു ഷോട്ടിന് മുമ്പ് നമ്മൾ റെഡിയാണ്, ഇംപ്രൊവൈസ് ചെയ്യാൻ റെഡിയാണ്. മറ്റുള്ള ആളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അപ്പപ്പുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനും അത് ഒരു അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അദ്ദേഹം സ്ക്രീനിലോട്ട് കൊണ്ടുവരുന്നത് കണ്ട് നോക്കി നിൽക്കുക തന്നെ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. പിന്നെ പേഴ്സണലി വളരെ നല്ലൊരു മനുഷ്യനാണ് ജോചേട്ടൻ. ഭയങ്കര രസമാണ്. ഇപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പോഴും അപ്പാന്ന് വിളിക്കും. പുള്ളിക്ക് ഒട്ടും ഇഷ്ടമില്ലെങ്കിലും അറിയാതെ അപ്പാന്ന് വിളിച്ചു. കാരണം ആ ക്യാരക്ടർ അദ്ദേഹം അത്ര ബ്യൂട്ടിഫുള്ളി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജോസഫിന് ശേഷം അദ്ദേഹം ചെയ്ത വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും പനാമ ജോയ്. ഒരുപാട് സ്ക്രീൻ സ്പേസ് ഒന്നും, അതായത് അത്രയും ജോസഫിൽ അദ്ദേഹം തന്നെയാണല്ലോ എല്ലാ ഫ്രെയിമിലുള്ള. അത്ര ലെങ്തി ക്യാരക്ടർ അല്ലെങ്കിൽ പോലും ചെയ്തത് മനസ്സിൽ, അത് ട്രെയിലർ കണ്ടവർക്ക് അറിയാം, ചെയ്തത് മനസ്സ് തങ്ങി നിൽക്കും. അത്രയും ഭംഗിയായിട്ട് ജോചേട്ടൻ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്.
പിന്നെ അശ്വതി ചേച്ചി വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് ഐ എം തിങ്കിങ് ഓഫ് എന്ന് പാടുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. ഒരു ഗ്യാപ്പിന് ശേഷമാണ് അശ്വതി ചേച്ചി വരുന്നത്. വളരെ യങ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ഒരു അമ്മയുടെ റോള് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി അത് പുള്ളിക്കാരിക്ക് തോന്നിയിട്ടുണ്ടാവും. ഭയങ്കര രസമായിരുന്നു അശ്വതി ചേച്ചിയും ജോജു ചേട്ടനുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ. പുള്ളിക്കാരി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അതായത് ഒരു സാധനം ശരിയാകുന്നത് വരെ അത് ശരിയാകാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടാനും പുള്ളിക്കാരി റെഡിയാണെന്നുള്ളത് നമ്മളൊക്കെ കണ്ടു പഠിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര രസമാണ്. പിന്നെ അജുവേട്ടനുണ്ട്, ഞാൻ പറയണ്ടല്ലോ അജുവേട്ടൻ എങ്ങനെയായിരിക്കും, അടിപൊളിയാണ് പുള്ളി. അർജുൻ അശോകൻ വളരെ നല്ലൊരു റോൾ, ആനന്ദ് എന്ന് പറയുന്നൊരു റോൾ. ഇനി എൻ്റെ പേഴ്സണലി ഞാൻ അർജുൻ്റെ സിനിമകൾ കണ്ടതിൽ എനിക്ക് തോന്നുന്നത് ഇത് അർജുൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ആനന്ദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അർജുൻ വരുന്നത്. പിന്നെ ഇത്രയൊക്കെയാണ് നമുക്ക് സീസൺഡ് ആയിട്ടുള്ള, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൂടുതലുള്ള ആർട്ടിസ്റ്റുകൾ. ബാക്കി 16 പുതുമുഖങ്ങളാണ് ഫ്രൈഡേ ഇത്തവണ സിനിമയിലൂടെ കൊണ്ടുവരുന്നത്. 16 പേരിൽ ഇപ്പം എൻ്റെ പേരായിട്ട് വരുന്ന സർജാനോ ഖാലിദ് എന്ന് പറയുന്ന ആക്ടറാണ്, എൻ്റെ നാട്ടുകാരനാണ്. വെരി വെരി ടാലൻറ്റഡ്. നോയൽ എന്ന് പറയുന്ന എൻ്റെ കൊച്ചു പ്രണയം ആ റോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി നിങ്ങൾക്ക് ഇപ്പം പേരറിയാത്ത, എനിക്ക് തോന്നുന്നു ബൈക്ക് ഓടിച്ചുകൊണ്ട് വൈഷ്ണവിയുടെ പേരും കുറച്ച് പേർക്ക് അറിയായിരിക്കും. വൈഷ്ണവി ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നയന, അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് പേരറിയാത്ത 16 പേര് ഈ സിനിമയിലൂടെ വരുന്നുണ്ട്. ഉടനെ തന്നെ നിങ്ങളെല്ലാവരും പേരറിഞ്ഞ് വിളിക്കാൻ പോകുന്ന ഞാൻ വിശ്വസിക്കുന്ന വളരെയധികം ടാലൻറ്റഡായ, എന്നെപ്പോലെ തന്നെ കഷ്ടപ്പെട്ട്, എനിക്കൊന്ന് എന്നേക്കാൾ ഉപരി കഷ്ടപ്പെട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി മേക്ക് ഓവർ ചെയ്ത 16 പേര് ഈ സിനിമയിലൂടെ വരുന്നുണ്ട്. അവരൊക്കെ കാണുമ്പോഴാണ് സത്യമായിട്ട് നമ്മുടെ നാട്ടിൽ എത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള പിള്ളേർ ഉണ്ടെന്ന് പറയുന്നത്. അതൊക്കെ ഒരു ഇപ്പം നമ്മൾ ജനിച്ച സമയം ഭയങ്കര ഭാഗ്യമുള്ളൊരു സമയം എനിക്ക് തോന്നാറുണ്ട്. കാരണം ടെക്നോളജി ഇത്ര അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഈ ഓഡിഷനിലൂടെയൊക്കെ പണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ളവർ മദ്രാസിലോട്ട് ട്രെയിൻ കയറി പോകും, അല്ലെങ്കിൽ ഡയറക്ടർ വീടിന് മുന്നിൽ നിൽക്കണം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അന്നന്ന് ഓഡിഷൻ കോൾസ് വരികയാണ്. ഭയങ്കര നന്നായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. പുതുമുഖ ആക്ടേഴ്സ് മാത്രമല്ല, നമ്മൾ ക്യാമറാമാൻ പുതുമുഖമാണ്. അദ്ദേഹം ജിതിൻ സ്റ്റാൻസ്ലോസിൻ്റെ ആദ്യത്തെ ക്യാമറ വർക്കാണ്. നമ്മൾ മ്യൂസിക് ഡയറക്ടർ ഇഫ്തി പുതിയതാണ്, ഡയറക്ടർ റൈറ്റേഴ്സ് പുതിയതാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്കിപ്പം എഡിറ്റർ ലിജോ ചേട്ടൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ, ഓം ശാന്തി ഓശാനിലോടൊക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ എഡിറ്ററാണ്. സ്റ്റെഫിയാണ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അഗെയിൻ സ്റ്റേറ്റ് അവാർഡാണ്. പിന്നെ റോണക്സ് ചേട്ടനാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം അരുൺ വെഞ്ഞാറമൂടാണ് ആർട്ട്. അപ്പം അതായത് ഞാൻ പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും പുതിയ ആൾക്കാരും എല്ലാവരും കൂടെ ഒത്തുചേർന്ന് വന്നത്, എല്ലാവരും കുറച്ച് കാലമായിട്ട് നമ്മൾ സിനിമ ആവണം എന്ന് ആഗ്രഹിച്ചൊരു കഥയാണ് ജൂണിൻ്റെ കഥ. അതങ്ങനെ വലിയ വാഗ്ദാനങ്ങളോടൊന്നും അല്ല ഞങ്ങൾ വരുന്നത്. ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ 2-2.25 മണിക്കൂർ നിങ്ങളുടെ സ്ട്രെസ്സിൽ നിന്നും ടെൻഷനിൽ നിന്നൊക്കെ മാറി ഒരു കൊച്ചു ലോകത്തിലോട്ടൊന്ന് പോയി ഒന്ന് സന്തോഷിച്ച് സിനിമ കഴിയുമ്പം ഒരു ചെറിയൊരു ചിരിയും ചെറിയൊരു നനവോടെ ഒന്ന് ഇറങ്ങി വരാനുള്ള ഒരു കൊച്ചു എക്സ്പീരിയൻസ്, അത്ര മാത്രമേ പറയണുള്ളൂ. പാട്ട് ഇഫ്തിക്കയാണ്, പുതിയ മ്യൂസിക് ഡയറക്ടറാണ്. വിനായക് ശശികുമാർ 4 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അനു എലിസബത്ത് ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു പാട്ട് എഴുതിയിരിക്കുന്നത്. മനു മഞ്ജിത്ത് 3 ലിറിക് റൈറ്റേഴ്സ് ഉണ്ട്. അമൃത സുരേഷ് പാടി മിന്നി മിന്നി ഇപ്പം ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാവരും കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മ്യൂസിക് ഡയറക്ടർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അർജുൻ്റെ ഒരു പാട്ട്. പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുതുമുഖ ആക്ടേഴ്സിനെ മാത്രമല്ല പുതുമുഖമായ ഒരു സിംഗറിനെയും നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഓഡീഷനിലൂടെ 2000-ൽ ഉപരി പേര് അയച്ച എൻട്രീസിലൂടെ സെലക്റ്റായി വന്നതാണ് ബിന്ദു അനിരുദ്ധൻ. രസം എന്തായിരുന്നു വെച്ചാൽ ബിന്ദു ഒരു പാട്ട് പാടാനാണ് വന്നത്. എന്നിട്ട് പാട്ട് പാടാൻ വന്നപ്പോൾ വേറൊരു പാട്ടിൻ്റെ ഡെമോയും കൂടെ പുള്ളിക്കാരിയോട് പാടിച്ചു. പക്ഷെ അസാധ്യമായിട്ട് പുള്ളിക്കാരി പാടുന്നു. അതുകൊണ്ട് തന്നെ 2 പാട്ട്, ഒരു പാട്ട് പാടാൻ വന്നാക്കി 2 പാട്ട് ബിന്ദു പാടി. പിന്നെ സൂരജ് ആനമിയും കൂടെ ഒരു സോങ് പാടിയിട്ടുണ്ട്. പിന്നെ ഗൗരി ലക്ഷ്മി നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ റേഷാദ് എന്ന് പറയുന്നൊരു പുതിയ സിംഗർ പാടിയിട്ടുണ്ട്. മൊത്തത്തിൽ 7 പാട്ടുകളുണ്ട്. അപ്പോൾ ഒരു മ്യൂസിക്കൽ സിനിമ കൂടിയാണ് ജൂൺ. കാരണം ഇത്രയും കാലഘട്ടം ഉള്ളതുകൊണ്ട് 2.25 മണിക്കൂറിൽ ഈ കാലഘട്ടങ്ങളൊക്കെ കൂടുതലും പോകുന്നത് പാട്ടുകളിലൂടെയാണ്. അപ്പോൾ മ്യൂസിക്കിന് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. ഫിലിം കാണാൻ വരുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, മലയാള സിനിമയിൽ ഒട്ടേറെ സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. നിങ്ങളെല്ലാവരും എല്ലാ സിനിമയും പോയി കാണണം. കാരണം മലയാള സിനിമ ഇപ്പം ഇത്രയും കത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത്ര നല്ലൊരു ഫേസിൽ നിൽക്കുന്നത് നിങ്ങൾ പ്രേക്ഷകർ ആ സിനിമ കാണുന്നതോടുകൂടിയാണ്. അപ്പം നല്ലൊരു ടൈമിലാണ് ജൂണും വരാൻ പോകുന്നത്. ജൂൺ ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ഊണിലും ഉറക്കത്തിലൊക്കെ ജൂണിനെ മാത്രം ചിന്തിച്ച് ജീവിച്ച ഒരുപാട് പേര്, ആ സിനിമ പുറത്ത് വരണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുടെ സാക്ഷാത്കാരമാണ് ഈ
15th സംഭവിക്കാൻ പോകുന്നത്. എവിടേക്കോ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും തരികയല്ല ഞാൻ, പക്ഷേ നിങ്ങളുടെ ലൈഫിൽ 2.25 മണിക്കൂറും നിങ്ങളുടെ ഒരു ടിക്കറ്റിൻ്റെ കാശും ഞങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തിരികെ തരാൻ എന്തെങ്കിലുമൊക്കെ നല്ലത് ഈ സിനിമയിലുണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അപ്പം ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്, സിനിമ ഇറങ്ങിയിട്ട് നിങ്ങൾക്കേ പറയാൻ പറ്റും. പക്ഷേ എവിടേക്കോ എൻ്റെ മനസ്സ് പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന്. ഈശ്വര ഇഷ്ടാവണേ.